ഹലോ മൈ ചങ്ക്സ്, ഹവ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യപേപ്പർ 27/2024 ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു, സമുദ്രപ്ലവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു, കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. ഇവിടുത്തെ PSയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് ആക്ച്വലി തെറ്റാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നിട്ടുള്ളത്. PSയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ ചിലപ്പം ക്യാൻസൽ ചെയ്യും. എന്തായാലും നമ്മുടെ ഒറിജിനൽ ആൻസേഴ്സ് നമ്മൾക്ക് പഠിക്കണം. തന്നെയുമല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നിട്ടാണ്, ഇതെല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാം +1 +2 ടെക്സ്റ്റിനകത്തു നിന്നാണ്. ശ്രദ്ധിക്കാം. അപ്പം എൽനിനോയും ഇന്ത്യൻ മൺസൂണും ആണ് ചോദിച്ചിരിക്കുന്നത്. എൽനിനോയും ഇന്ത്യൻ മൺസൂണും ഞാൻ ഓൾറെഡി ഈ ക്ലാസ്സസ് എടുത്തിട്ടുള്ളതാണ്. ഇത് നേരത്തെ തന്നെ ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് ആക്ച്വലി. ഓരോ 3 മുതൽ 7 വർഷത്തിലും ഒരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇതിൽ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കിഴക്കൻ പസഫിക് സമുദ്രത്തിന്റെ പെറു തീരത്തിന്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒന്നാമത്തെ കാര്യം, കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ശീതജല പ്രവാഹമായ പെറു അല്ല എങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്തെത്തുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ് എൽനിനോ. ശീതജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്തെത്തുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹമാണ്, അല്ലെ അതിന്റെ ഒരു തുടർച്ചയാണ് എൽനിനോ. ഈ പ്രവാഹങ്ങൾ പെറുവിൻ തീരത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. ഇനി നോക്കാം. മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു, സമുദ്രപ്ലവങ്ങളുടെ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയുവാൻ ഇടവരുത്തുന്നുണ്ട്. അപ്പൊ മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു, സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഉണ്ണിയേശു. കാരണം ഈ ജലപ്രവാഹം ഡിസംബറിൽ ക്രിസ്മസോടെയാണ് വന്നെത്തുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പെറുവിൽ ഡിസംബർ വേനൽക്കാല മാസമാണ്. ഇന്ത്യയിൽ എൽനിനോ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഇന്ത്യയിൽ 90-91 കാലത്ത് സംഭവിച്ച എൽനിനോ പ്രതിഭാസം ഇന്ത്യയുടെ ഏകദേശം മിക്ക മാസങ്ങളിലും മൺസൂണിന്റെ ആരംഭം 5 മുതൽ 10 ദിവസത്തോളം വൈകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പം ആക്ച്വലി പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ ആണ്. മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. സമുദ്രപ്ലവങ്ങളുടെ എന്നിട്ടാണ് പറയുന്നത്, പ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കാലാവസ്ഥാ മാറ്റം ചെറിയ രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. തന്നെയുമല്ല ഓരോ 3 മുതൽ 7 വർഷത്തിലും ഒരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇനി PSC ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് PSCക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ആൻസർ എന്താണ് എന്നിട്ടുള്ള കാര്യം നിങ്ങൾ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ആൻസറിനകത്ത് ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 3 പോയിന്റ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. കാര്യം പല പ്രാവശ്യം PSC ഈ ഒരു ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് എൽനിനോ റിലേറ്റ് ചെയ്ത്. ഇപ്പം മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാവുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആക്ച്വലി എന്താവും, കാലാവസ്ഥയിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ. സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യത്തിന്റെ എണ്ണം കുറയ്ക്കാൻ ഇടവരുന്നുണ്ട്. മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു.
പ്രയോജനപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു, സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ടങ്ങ് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഏത് വർഷത്തിലാണ് ഇന്ത്യയിൽ ആ ഒരു പ്രതിഭാസം ഉണ്ടായത്, 90-91 കാലത്ത് എന്നിട്ടുള്ള കാര്യങ്ങളുടെ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫോക്കസ് ഏരിയാസ് അവൈലബിൾ ആയിരിക്കും, നമ്മളുടെ ആപ്പിനകത്തായിരിക്കും. 599 റുപ്പീസ് മാത്രമേ ഉള്ളൂ. മൺഡേ ടു തേഴ്സ്ഡേ വരെ 4 ദിവസത്തെ ക്ലാസ്സാണ് ആഴ്ചയിൽ വരുന്നത്. എക്സാം എൻഡ് വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ +1 +2 വരെയുള്ള എല്ലാ PDF-ൻ്റെയും 11 ഏരിയാസ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF-ഉം അവൈലബിൾ ആയിരിക്കും. നേരത്തെ എടുത്തിരിക്കുന്ന ക്ലാസ്സിൻ്റെതും റെക്കോർഡ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ബൈ, താങ്ക് യു.